വളരെ പ്രത്യേകതയുള്ളൊരു വർഷമായിരുന്നു കടന്നുപോയിരുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഒരു എക്കണോമിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു രാജ്യത്തിനെ സംബന്ധിച്ച് എന്തെല്ലാം പോസിറ്റീവ്സ് സംഭവിക്കുന്നു അതെല്ലാം ഇന്ത്യയുടെ എക്കണോമിക് ഫ്രണ്ടിൽ നടന്നിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ത്യ ബേസിക്കലി ഒരു ഡൊമസ്റ്റിക് ഓറിയൻറ്റഡ് എക്കണോമിയാണ്. നമ്മുടെ 60% GDP ഡൊമസ്റ്റിക് കൺസംഷൻ. ആ ഡൊമസ്റ്റിക് കൺസംഷൻ കിക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇന്ത്യൻ എക്കണോമി നന്നായി പോവും എന്നാണ് തിയററ്റിക്കലി നമ്മൾ പറയാറ്. അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്തു എന്നുള്ളത് നമുക്ക് നോക്കാം. ഗവൺമെൻറ് എന്താ ചെയ്തത്? ഗവൺമെൻറ് ചെയ്തത് നമ്മൾ ഏതാണ്ട് ഫെബ്രുവരിയോടുകൂടി, അതായത് ബഡ്ജറ്റോടുകൂടി 12 ലക്ഷം വരെ ജനങ്ങൾക്ക് ഒരു ഇൻകം ടാക്സ് റേറ്റ് കട്ട് കൊണ്ടുവന്നു. ഇൻകം ടാക്സ് റേറ്റ് കട്ട് കൊണ്ടുവന്നതിന് ശേഷം ഗവൺമെൻറ്റും RBI എന്താ ചെയ്തതെന്ന് വെച്ചാൽ ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് ഒരുപാട് ലിക്വിഡിറ്റി പമ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അതുകൂടാതെ RBIയുടെ ഭാഗത്ത് നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തു. ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുകയും അതുമാത്രമല്ല, ഇൻകം ടാക്സിൻ്റെ ബെനിഫിറ്റ് ജനങ്ങളിലോട്ട് കൊടുക്കും തോറും ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ പൈസയായി. ഈ പൈസ ഉപയോഗിച്ച് സാധനങ്ങൾ മേടിക്കാം, അല്ലെങ്കിൽ പ്രോഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് കൺസ്യൂം ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് ഗവൺമെൻറ് കാര്യങ്ങൾ സെറ്റിൽ ചെയ്തു. അതുകൂടാതെ തന്നെ GST 2 എന്ന് പറയുന്ന ഒരു റിഫോം വഴി ഗവൺമെൻറ് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള അവശ്യ സാധനങ്ങളുടെ വിലയും കുറച്ചു. ഗവൺമെൻറ് എന്താ ചെയ്തത്? ഗവൺമെൻറ് ഒരു പിച്ച് റെഡിയാക്കി. ആ പിച്ച് റെഡിയാക്കിയതിന് ശേഷം ഒരു കൺസംഷൻ ഡ്രൈവ് ചെയ്യാനുള്ള സാധ്യതകൾ കൊണ്ടുവന്നു. അതായത് GST റിഫോംസ് കൊണ്ടുവരുന്നതിന് മുമ്പേ തന്നെ ഗവൺമെൻറ് ജനങ്ങളുടെ കയ്യിലേക്ക് കൂടുതൽ പൈസ കൊടുത്തിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത് ഒന്ന്, ഇൻകം ടാക്സ് റേറ്റ് കട്ടിൻ്റെ രൂപത്തിൽ വന്നു. 2, RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിൽ കൂടെയും വന്നു. അങ്ങനെ ജനങ്ങളിലേക്ക് കൂടുതൽ പൈസ വന്നു, സാധനങ്ങളുടെ വില കുറഞ്ഞു, അങ്ങനെ ഒരു കൺസംഷൻ ബൂം വരുന്നു. അത് ഡ്രൈവ് ചെയ്ത് ഇന്ത്യൻ എക്കണോമിയെ മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു പ്രത്യേകത, എന്നുള്ളൊരു സവിശേഷതയായിരുന്നു ഇന്ത്യൻ എക്കണോമിയിൽ ഉണ്ടായിരുന്നത്. സാധാരണ ഒരു ഡൊമസ്റ്റിക് ഓറിയൻറ്റഡ് എക്കണോമി, ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത്, ഒരു ഡെവലപ്പിംഗ് നേഷന് ഇതിൽ പരം മറ്റുള്ളൊരു റിഫോം വരാനില്ല. ഇത് വന്നതോടുകൂടി തന്നെ എക്കണോമി നന്നായിട്ട് പെർഫോം ചെയ്യണമായിരുന്നു. അതുകൂടാതെ സ്റ്റോക്ക് മാർക്കറ്റ്സും നന്നായിട്ട് പെർഫോം ചെയ്യണമായിരുന്നു. എന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാരഡോക്സ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിച്ചത്. ഈ ന്യൂസുകളൊക്കെ വരുമ്പോൾ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് നേരെ തിരിച്ചായിരുന്നു മൂവ് ചെയ്തിരുന്നതെന്നുള്ള വളരെ പ്രത്യേകതകരമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നുള്ള. സെപ്റ്റംബർ 2024, ഒക്ടോബർ 2024 മുതൽ ഇന്ത്യൻ മാർക്കറ്റ് ഒരു ഭേദപ്പെട്ട കറക്ഷനിൽ കൂടെയാണ് പാസ് ഓൺ ചെയ്തു പോയത്. അപ്പോൾ ഓരോ പോസിറ്റീവ് ന്യൂസ് വരുമ്പോഴും ഓരോ ഇൻവെസ്റ്ററും ഓരോ പ്രേക്ഷകനും വിചാരിച്ചിരുന്നത് ഈ പോസിറ്റീവ് ന്യൂസോടുകൂടി മാർക്കറ്റ് തിരിയാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ്. എന്നാൽ ഓരോ പോസിറ്റീവ് ന്യൂസ് വരുംതോറും മാർക്കറ്റ് താഴേക്ക് പൊക്കോണ്ടിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇതിൻ്റെ മുകളിൽ കൂനിന്മേൽ കുരു എന്ന രീതിയിൽ ട്രംപിൻ്റെ ഒരു ടാരിഫും, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും ടാരിഫ് വന്നെങ്കിൽ പോലും പല രാജ്യങ്ങളായിട്ടും ട്രേഡ് ഡീൽ സൈൻ ചെയ്ത് അമേരിക്ക അവരുടെ ട്രേഡായിട്ട് മുന്നോട്ട് പോയപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന വൺ ഓഫ് ദ ഡെവലപ്പിംഗ് നേഷൻ, അല്ലെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എക്കണോമീസ് ഓഫ് ദ വേൾഡിന് മാത്രം ഒരു ട്രേഡ് ഡീൽ സൈൻ ചെയ്യാൻ US ആയിട്ട് സാധിച്ചില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്ത് റീസൺ വേണമെങ്കിലും നമുക്ക് അതിനെ വെച്ച് ന്യായീകരിക്കാമെങ്കിൽ പോലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുടെ ഫേവേർഡ് ലിസ്റ്റിൽ ഇടം നേടിയില്ല എന്നുള്ളത് വാസ്തവം തന്നെയായിരുന്നു. ഇന്ത്യയായിട്ടുള്ള ട്രേഡ് ഡീൽ തള്ളി പൊക്കൊണ്ടുവരുന്നു. ഇത് ഒരു രീതിയിലും മാർക്കറ്റിനെ ഹെൽപ്പ് ചെയ്തുമില്ല. ഇത് കൂടാതെ തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഓരോ കമ്പനിക്കും നിഫ്റ്റി പൊതുവേ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിലും അതിലുണ്ടായിരുന്ന ഓവർ വാല്യുവേഷനും സാധാരണ ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിന് സുഖകരമായിട്ടുള്ള കാര്യമായിരുന്നില്ല. എന്തെങ്കിലും ഒരു കാരണം കിട്ടിയിരുന്നെങ്കിൽ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റ് സെല്ല് ചെയ്ത് അടുത്ത മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ വേറെ നല്ല ഗ്രീൻ പാസ്റ്റേഴ്സിൽ പോകും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഏതാണ്ട് US-ലെ AI ട്രേഡ് പുരോഗമിക്കുന്നത്. AI ട്രേഡ് മുഖാന്തരം NVIDIA, മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, ഇന്റൽ, ടെസ്ല എന്നിങ്ങനെയുള്ള മാക്സ് 7 കമ്പനീസും പലാന്റർ അതുപോലെ തന്നെ ബ്രോഡ്കോം പോലുള്ള കമ്പനീസും ഫോറിൻ മണിയെ അട്രാക്ട് ചെയ്തു എന്നുള്ളത് വളരെ പ്രത്യേകതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓൾറെഡി മോശമായി നിൽക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇതേപോലത്തെ ഒരു പോസിറ്റീവ് ഓപ്പർച്യൂണിറ്റി മറ്റുള്ള മാർക്കറ്റിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റ് സെല്ല് ചെയ്തിട്ട് ഈ പൈസ അവരുടെ രാജ്യത്ത്, അതായത് US-ലേക്ക്, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ട്രേഡിലേക്ക് വലിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ് ഇന്ത്യൻ മാർക്കറ്റിന് കൂനിൽമേൽ കുരുവായിട്ട് വരാനുള്ള ചാൻസ്. അതായത് $15 ബില്യൺ സെല്ലിംഗ് കൂടി ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നപ്പോൾ ഓൾറെഡി നഷ്ടത്തിലായിരുന്ന ഇന്ത്യൻ മാർക്കറ്റ് വീണ്ടും താഴേക്ക് പോയി എന്നുള്ളതാണ്. നമ്മൾ ഡിസംബർ 2025 നിന്ന് പുറകിലോട്ട് നോക്കുമ്പോൾ സെപ്റ്റംബർ 2024 നിന്ന് മാർക്കറ്റ് എവിടെ കറക്റ്റ് ചെയ്തോ അതേ ലെവലിൽ തന്നെ മാർക്കറ്റ്
ആയിട്ട് തിരിച്ചെത്തി. നിഫ്റ്റി അതേ സിറ്റുവേഷനിൽ തന്നെ തിരിച്ചെത്തി. പുറത്തുനിന്ന് നോക്കുമ്പോൾ നിഫ്റ്റിയിൽ കറക്ഷൻ സംഭവിച്ചില്ല എന്ന് കാണിക്കുമ്പോൾ തന്നെ ബ്രോഡർ മാർക്കറ്റായ സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ഒരുപാട് വെൽത്ത് ഇറോഷനാണ് സംഭവിച്ചതെന്നുള്ളത് കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. ഏതൊരു ഇൻവെസ്റ്ററിന്റെ പോർട്ട്ഫോളിയോയിൽ നോക്കിയാലും റെഡ് മാത്രമേ കാണാനുള്ളൂ. ഏത് ഇൻവെസ്റ്ററിനും കംപ്ലൈന്റ് മാത്രമേ പറയാനുള്ളൂ. സങ്കടം മാത്രമേ ഒരു ഇൻവെസ്റ്ററിന്റെ കഥ എന്നുള്ള രീതിയിൽ 2025 പറയാനുണ്ടായിരുന്നു എന്നുള്ളതാണ് 2025 ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് സാധാരണ ഇൻവെസ്റ്റേഴ്സ് മ്യൂച്വൽ ഫണ്ട് വഴി കൊടുത്തത് 4.5 ലക്ഷം കോടി രൂപയാണ്. 4.5 ലക്ഷം കോടി രൂപ എന്ന് പറയുന്നത് ചില്ലറ എമൗണ്ട് അല്ല. ഒരു മാർക്കറ്റിനെ സംബന്ധിച്ച് വലിയൊരു എമൗണ്ട് ആണ്. ആ 4.5 ലക്ഷം മ്യൂച്വൽ ഫണ്ടിന് കൊടുത്തിട്ട് മ്യൂച്വൽ ഫണ്ടിന്റെ ബൈങ് കൊണ്ടുപോലും ഇന്ത്യൻ മാർക്കറ്റിനെ ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. എന്തുകൊണ്ടാണ്? കാര്യം എന്താ വെച്ചാൽ 4.5 ലക്ഷം കോടിയുടെ പൈസ മാർക്കറ്റിലേക്ക് വരുമ്പോൾ തന്നെ ഏതാണ്ട് അതിൽ കൂടുതൽ പൈസ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പുറത്തോട്ട് പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് നമുക്ക് നേരത്തെ പറഞ്ഞു, നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിന്റെ വാല്യുവേഷൻ ഓവർ വാല്യൂഡ് ടെറിട്ടറിയിലാവുകയും അതുകൂടാതെ US സ്റ്റോക്സ് വളരെ വലിയ അട്രാക്റ്റീവ് ഓപ്പർച്യൂണിറ്റിയും തരുമ്പോൾ തീർച്ചയായിട്ടും FISന്റെ ഒരു സെല്ലിംഗ് ഇന്ത്യൻ മാർക്കറ്റിൽ നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ 2025 കലണ്ടർ ഇയർ ജാനുവരി മുതൽ നമ്മൾ ഡിസംബർ വരെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 1,60,000 കോടിയുടെ സ്റ്റോക്സ് ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ല് ചെയ്ത് US ഇൻവെസ്റ്റേഴ്സ് പൈസ US കൊണ്ടുപോയി. അതായത് 1.5 ലക്ഷം കോടിയുടെ സെല്ലിംഗ് നടന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. ഒന്ന്. രണ്ടാമത്, അടുത്ത കാലത്ത് ഇന്ത്യയിൽ വന്ന IPO വഴി ഏതാണ്ട് 1,60,000 കോടി റേസ് ചെയ്തു എന്നാണ് പറയുന്നത്. അതിൽ 1,10,000 കോടിയും അത് ഓഫർ ഫോർ സെയിൽ ആയിരുന്നു. അതായത് അതിൻ്റെ ഏർലി ഇൻവെസ്റ്റേഴ്സായ ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് സെല്ല് ചെയ്തതും കൂടി മേടിക്കേണ്ട ചുമതല മ്യൂച്വൽ ഫണ്ടിന് വന്നു എന്നുള്ള. അപ്പം നമുക്ക് നോക്കാം, മ്യൂച്വൽ ഫണ്ടിന് FISന്റെ 1,60,000 കോടിയുടെ സെല്ലിംഗ് അബ്സോർബ് ചെയ്യേണ്ടി വന്നു. രണ്ടാമത് IPO വഴി ഏതാണ്ട് ഓൾഡ് ഇൻവെസ്റ്റേഴ്സിന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി 1,10,000 കോടി ചെലവാക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഇത് കൂടാതെ തന്നെ ഇന്ത്യൻ പ്രൊമോട്ടേഴ്സിന്റെ സെല്ലിങ്ങും സെക്കൻഡറി മാർക്കറ്റിൽ ഉണ്ടായിരുന്നു ഏതാണ്ട് 25,000 കോടിക്ക്. ഇത്രയും പൈസയുടെ സെല്ലിംഗ് ഈ മ്യൂച്വൽ ഫണ്ട്സ് ആണ് അബ്സോർബ് ചെയ്തത് എന്നുള്ളതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് നമ്മൾ മാർക്കറ്റിലേക്ക് മ്യൂച്വൽ ഫണ്ട് വഴി എന്തൊക്കെ പൈസ കൊടുത്തോ അതൊരിക്കലും മാർക്കറ്റിനെ മുകളിലോട്ട് ബൈ ചെയ്യാനായിരുന്നില്ല, പകരം സെല്ല് ചെയ്ത സ്റ്റോക്സിനെ അബ്സോർബ് ചെയ്യാനായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇതിൻ്റെ ഇടയിൽ തന്നെ ഈ IPO വഴി വന്ന വളരെ ഓവർ വാല്യൂഡ് ആയിട്ട് വന്ന IPOകളിലെ പ്രൊമോട്ടേഴ്സിന് എക്സിറ്റ് കൊടുക്കാനും മ്യൂച്വൽ ഫണ്ട് പൈസ യൂസ് ചെയ്തു എന്നുള്ളതാണ്. മ്യൂച്വൽ ഫണ്ടിന് സ്വന്തമായിട്ട് പൈസ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മളെപ്പോലെ സാധാരണ ആൾക്കാർ അതിൻ്റെ യൂണിറ്റ് മേടിച്ചിട്ടാണ് ഈ പൈസ കൊടുക്കുന്നത്. നമ്മുടെ പൈസ ഉപയോഗിച്ച് മ്യൂച്വൽ ഫണ്ട്സ് ചെയ്തതോ ഈ സെല്ലിംഗ് കംപ്ലീറ്റ് അബ്സോർബ് ചെയ്യാനുള്ള ആയിരുന്നു ആ പൈസ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൂടാതെ ബാക്കി വന്ന പൈസയോ ആ ബാക്കി വന്ന പൈസ ഒരിക്കലും മിഡ് ക്യാപ്പിലോ സ്മോൾ ക്യാപ്പിലോ പോയില്ല. ആ ബാക്കി വന്ന പൈസ പോയത് കംപ്ലീറ്റ് ലാർജ് ക്യാപ്പിലേക്കാണ്. ആ ലാർജ് ക്യാപ്പിൽ എന്തുകൊണ്ട് പോയി? ലാർജ് ക്യാപ്പിൽ ഒരു സെക്ടർ റൊട്ടേഷൻ എന്ന രീതിയിൽ പോയി. എന്താൽ മാർക്കറ്റിൽ സംഭവിച്ചത്? മ്യൂച്വൽ ഫണ്ട്സിന് ഇയർ എൻഡ് ആകുമ്പോഴത്തേക്കും അവരുടെ ഫാക്ട് ഷീറ്റ് ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് അയക്കുമ്പോൾ അതിനകത്ത് NAV ഉയർത്തി കാട്ടണം എന്നുണ്ടെങ്കിൽ അവർക്ക് സ്റ്റോക്ക് മുകളിലേക്ക് മേടിച്ച് അവരുടെ പോർട്ട്ഫോളിയോ പോസിറ്റീവായിട്ട് കാണിക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം അവർക്ക് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. അതുകൊണ്ട് ഈ FISന്റെ സെല്ലിങ്ങും IPOയിൽ വന്ന പ്രൊമോട്ടേഴ്സിന്റെ സെല്ലിങ്ങും അതുകൂടാതെ സെക്കൻഡറി മാർക്കറ്റിൽ വന്ന പ്രൊമോട്ടേഴ്സിന്റെ സെല്ലിങ്ങും അബ്സോർബ് ചെയ്തതിന് ശേഷം മ്യൂച്വൽ ഫണ്ട് പൈസ, അതായത് 4 ലക്ഷം കോടിയുടെ ബാക്കി പൈസ ഉപയോഗിച്ച് അവർ ഈ ബ്ലൂ ചിപ്പ് സ്റ്റോക്സ്, അതായത് ലാർജ് ക്യാപ്സ് നിഫ്റ്റി സ്റ്റോക്സിനെ അവർ മേടിച്ച് സെക്ടർ റൊട്ടേഷൻ ഉണ്ടാക്കി അവരുടെ NAV ഉയർത്തിപ്പിടിക്കാനായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകതയായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ റിയൽ ആയിട്ടുള്ളൊരു ബൈയിങ് മാർക്കറ്റിൽ വന്നില്ല. അതുമാത്രമല്ല, റിയൽ ആയിട്ടുള്ളൊരു ബൈയിങ് മിഡ് ക്യാപ്പിലും വന്നിട്ടില്ല, സ്മോൾ ക്യാപ്പിലേക്കും വന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ നിഫ്റ്റി ലെവലിൽ വലിയ വ്യത്യാസമൊന്നും സെപ്റ്റംബർ ഒക്ടോബർ 2024 നിന്നും ഡിസംബർ 2025 തമ്മിൽ വ്യത്യാസം കാണാറില്ല. എന്നാൽ റിയൽ ബൈയിങ് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഇല്ലാത്തതുകൊണ്ട് അവിടെ സ്റ്റോക്കുകൾ കയറിയുമില്ല. ഒരു സാധാരണക്കാരൻ്റെ പൈസ കൂടുതലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ആണ് എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. അവിടെ നോക്കുകയാണെങ്കിൽ അവരുടെ എല്ലാവരുടെ പോർട്ട്ഫോളിയോ റെഡിലാവുക എന്നുള്ളത് സ്വാഭാവികം തന്നെയാണ്. 2025 നമ്മൾ പുറകിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് പോസിറ്റീവ് ന്യൂസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും എക്കണോമിയുടെ ഭാഗത്തുനിന്നും ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും പോർട്ട്ഫോളിയോ എന്ന രീതിയിൽ അതൊരു സാധാരണ ഇൻവെസ്റ്ററിന് സഹായകരമായി പോവാത്ത ഒരു വളരെ വിചിത്രമായിട്ടുള്ള വിശേഷമായിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു 2025.
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 2025 ഇന്ത്യൻ മാർക്കറ്റിലെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് അത്രയ്ക്ക് മാത്രം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിംഗ് ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പൈസ ഇന്ത്യ വിട്ട് പുറത്തോട്ട് പോകാൻ നേരത്ത്, അത് പുറത്തോട്ട് പോകാനുള്ള കാരണം എന്താ? കാരണം തന്നെ ഇന്ത്യൻ മാർക്കറ്റിലെ ഇക്വിറ്റീസ് ഓവർ വാല്യൂഡ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെ കോർപ്പറേറ്റ് ഏർണിങ്സും പ്രോഫിറ്റ്സും ഗ്രോ ചെയ്തത് വെറും 3% മുതൽ 5% മാത്രമാണ്. എന്നാൽ ഈ കമ്പനികൾ ട്രേഡ് ചെയ്തത് വളരെ ഓവർ വാല്യൂഷൻ ടെറിട്ടറിയിലാണ്. ബട്ട് നമ്മൾ US സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെക്ടറിലുള്ള സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ, ആ കമ്പനികൾ NVIDIA പോലെയുള്ള കമ്പനികൾ 50% പരം ഏർണിങ്സ് ഗ്രോത്ത് ആ കമ്പനി കാണിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഏതാണ്ട് 25 തൊട്ട് 30 P/യിലാണ് ട്രേഡ് ചെയ്യുന്നത് താനും. അപ്പോൾ ഒരു ഗ്ലോബൽ മണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മുടെ പൈസയും, അതായത് നമ്മളെ പോലത്തെ ഒരു സാധാരണ ഇന്ത്യൻ ഇൻഡിവിജ്വൽ റീറ്റെയിൽ ഇൻവെസ്റ്ററിൻ്റെ പൈസ എന്ന് പറയുന്നത് കേജ്ഡ് ക്യാപിറ്റലാണ്. നമുക്ക് എങ്ങനെ വന്നാലും നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ലോക രാജ്യങ്ങളിൽ മാറി മാറി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി നമ്മുടെ പൈസയ്ക്കില്ല. എന്നാൽ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കഥ അങ്ങനെയല്ല. ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് എവിടെയാണോ ഓപ്പർച്യൂണിറ്റി ഉള്ളത് അങ്ങോട്ടേക്ക് പെട്ടെന്ന് പൈസ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ആ പൈസയുടെ പ്രത്യേകത. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആയിട്ട് വരികയും കോർപ്പറേറ്റ് ഏർണിങ്സ് ഇല്ലാതെ വരികയും ചെയ്യുമ്പോൾ അതേസമയം റിലേറ്റീവ്ലി ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് US മാർക്കറ്റിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റോക്സ് തന്നപ്പോൾ തീർച്ചയായിട്ടും ഗ്ലോബൽ മണി ആൻഡ് US മണി ഇന്ത്യൻ മാർക്കറ്റ് സെല്ല് ചെയ്ത് പൈസ അങ്ങോട്ടേക്ക് വലിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ് ഇന്ത്യൻ മാർക്കറ്റിലെ യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ സെപ്റ്റംബർ 2024 മുതൽ ഇന്നേ വരയ്ക്ക് നമ്മൾ ഡിസംബറിൽ നമ്മൾ ഈ പ്രോഗ്രാം നമ്മൾ എയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ലാസ്റ്റ് 1 ഇയർ ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ നിഫ്റ്റിക്ക് വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല. ഏതാണ്ട് നിയർ ടു ഹൈ ലെവലിൽ തന്നെ നിൽക്കുമ്പോൾ ബ്രോഡർ മാർക്കറ്റായിട്ടുള്ള മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ബ്ലീഡിംഗ് ആണ്. അതുമാത്രമല്ല അവിടെയാണ് സാധാരണ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്, അവരുടെ പോർട്ട്ഫോളിയോയും എല്ലാം നെഗറ്റീവിലാണ് എന്ന്. അപ്പോൾ ഇത്രയും ക്വാണ്ടം ഓഫ് മണി ഇന്ത്യൻ മാർക്കറ്റിലെ ഇക്വിറ്റീസും ബോണ്ട്സും ഡെപ്റ്റും വിറ്റ് പുറത്തേക്ക് പോകുമ്പോൾ അത്രയ്ക്ക് മാത്രം പ്രഷർ ഇന്ത്യൻ റുപ്പിയിൽ ഉണ്ടാവും. അത് തന്നെയാണ് റുപ്പിയെ 90 എന്ന് പറയുന്ന ലെവലിന് മുകളിലേക്ക് ആക്കിയത്. അപ്പോൾ ഇതാണ് 2025 നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ സ്ഥിതി. ഇനി നമ്മൾ 2026 വരുമ്പോൾ എങ്ങനെയായിരിക്കാം കാര്യങ്ങൾ മാറുന്നത് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ്. നമ്മൾ ഇന്ന്, അതായത് ഡിസംബർ മാസം, നമ്മൾ ഇന്ത്യയുടെ മാക്രോ എക്കണോമിക് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു എക്കണോമി എന്ന് വേണ്ടി നമ്മൾ പറയേണ്ടി വരും. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഏത് പാരാമീറ്ററിൽ ഇന്ത്യയിൽ നോക്കിയാലും ഇന്ത്യ ഇപ്പോൾ വളരെ സ്വീറ്റ് സ്പോട്ടിലാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒന്ന്, നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കൺട്രോൾഡ് ആണ്. ഇന്ത്യൻ മാർക്കറ്റിലെ ട്രേഡ് ഡെഫിസിറ്റ് കൺട്രോൾഡ് ആണ്. ഇന്ത്യൻ എക്കണോമിയുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റും വളരെ കൺട്രോൾഡ് ആണെന്നുള്ളത്. അതായത് മാക്രോ എക്കണോമിക് കണ്ടീഷൻസ് എല്ലാം ഫേവറബിൾ ആണ്. ഇൻഫ്ലേഷൻ ആണെങ്കിലോ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഡീഫ്ലേറ്ററി ലെവൽ മൈനസ് ലെവലിലാണ് നിൽക്കുന്നത്. എന്നാൽ റീറ്റെയിൽ ഇൻഫ്ലേഷനോ RBIയുടെ ടാർഗറ്റായ 2% താഴെ ഏതാണ്ട് 1.85 അല്ലെങ്കിൽ 1.9%, അതായത് ഇൻഫ്ലേഷനും കുറവാണ് എന്ന്. ഇനി നമുക്ക് ബേസിക്കലി ഇന്ത്യയുടെ കൺസംഷൻസ് ലെവൽസ് ഒന്ന് നോക്കാം. ഇന്ത്യയിൽ നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ സിറ്റിസൺസിന് കൊടുത്ത ഒരു ഇൻകം ടാക്സ് റേറ്റ് കട്ട് ഉണ്ട്. അതായത് 12 ലക്ഷം വരെ ഇൻകം ടാക്സ് ഇല്ല എന്ന് പറയുകയും അത് ഒരു വശത്ത്. മറ്റുള്ള വശത്ത് GST2 എന്നുള്ള റിഫോം കൊണ്ടുവന്നതോടുകൂടി അവശ്യ സാധനങ്ങളുടെ വില ഭയങ്കരമായിട്ട് കുറച്ചു എന്നുള്ള, അതായത് ഗവൺമെൻറ് ഒരു കൺസംഷൻ ഡ്രൈവിന് വേണ്ടിയിട്ട് ഒരു കൺസംഷൻ സ്റ്റിമുലസ് ആണ് ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഗവൺമെൻറ് നാട്ടുകാരുടെ കയ്യിൽ സിറ്റിസൻ്റെ കയ്യിൽ പൈസ കൊടുത്തു. അതുമാത്രമല്ല ഗുഡ്സിൻ്റെ കോസ്റ്റും വളരെ വലിയ രീതിയിൽ കുറച്ചു കൊണ്ടുവന്നു. ഇതൊരു കൺസംഷൻ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്തതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഇനി നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കുകയാണെങ്കിലോ അതും പോസിറ്റീവാണ്. കാര്യം RBI സീരീസ് ആയിട്ടുള്ള റേറ്റ് കട്ട് വന്ന് കോസ്റ്റ് ഓഫ് മണി അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻ ഇന്ത്യ ഹാസ് ബിക്കം ചീപ്പർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം നമ്മൾ എന്ത് എക്കണോമിക് പാരാമീറ്റേഴ്സ് എടുത്താലും അത് വളരെ ഫേവറബിൾ ആയിട്ടാണ് നമുക്ക് കാണപ്പെടുന്നത്. പിന്നെ ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് വളരെ ഹെൽത്തിയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. നമ്മുടെ ലാസ്റ്റ് കണക്ക് വരുമ്പോൾ ഏതാണ്ട് 11 മാസത്തെ ഇമ്പോർട്ട് കവർ ചെയ്യാൻ മാത്രമുള്ള ഫോറിൻ എക്സ്ചേഞ്ച് മണി നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ എന്താ പറയുക, ഒരു ഡെപ്റ്റ് ടു ജി ഡി പി നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് 56% മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പം
നമ്മുടെ നിർമ്മല സീതാരാമൻ, നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ, ഓണറബിൾ ഫിനാൻസ് മിനിസ്റ്റർ നമ്മളെ പറയുന്നത്, നമ്മൾ മറ്റുള്ള രാജ്യങ്ങളുടെ ഡെപ്റ്റ് ടു GDP റേഷ്യോ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയെക്കാളിലും 10 മടങ്ങ് വലുതാണ് എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത. അപ്പോൾ എന്ത് പാരാമീറ്റേഴ്സ് നോക്കിയാലും ഇന്ത്യ വളരെ ഫേവറബിൾ ആയിട്ടുള്ള സ്വീറ്റ് സ്പോട്ടാണ്. അതായത് എക്കണോമിക് കണ്ടീഷൻസ് ഇന്ത്യയെ ഭയങ്കരമായിട്ട് ഫേവർ ചെയ്യുന്നു. അതായത് ഇത്രയും നല്ലൊരു എക്കണോമിക് കണ്ടീഷൻസ് അടുത്ത കാലത്ത് നമുക്ക് വന്നിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാൻ. ആകപ്പാടെ നമ്മൾ നെഗറ്റീവായിട്ട് കാണുന്നത് റുപ്പിയുടെ ലെവൽ 90 കഴിഞ്ഞിരിക്കും. പക്ഷേ അതൊരു എന്താ പറയുക, ഒരു ചില ആംഗിളിൽ കൂടെ നോക്കുകയാണെങ്കിലും ഒരു ഡിപ്രീഷിയേറ്റിംഗ് റുപ്പി നെഗറ്റീവായിട്ട് നമുക്ക് തോന്നുമെങ്കിൽ പോലും ഈ റുപ്പിയെ ശരിക്കും പറഞ്ഞാൽ RBIക്ക് വേണമെങ്കിൽ അവരുടെ ഫോറിൻ എക്സ്ചേഞ്ച് ഉപയോഗിച്ച് അവർക്ക് വേണമെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു RBI ഇത് മനഃപൂർവ്വം തന്നെയാണ് സപ്പോർട്ട് ചെയ്യാത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയെ ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് എക്കണോമി ആയിട്ട് വളരണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ, ചൈനയിൽ നിന്ന് പറയുന്ന സ്റ്റഡി എന്താണ്, ചൈന എന്താണ് ചെയ്തത്, അവർ എങ്ങനെയാണ് ഗ്ലോബൽ മാനുഫാക്ചറിങ് ആൻഡ് എക്സ്പോർട്ട് പവർ ഹൗസ് ആയത്. അവരുടെ കറൻസി ആയിട്ടുള്ള യുവാൻ അവർ ഡിപ്രിഷിയേറ്റ് ചെയ്ത് വെച്ച്, അണ്ടർ വാല്യൂ ചെയ്ത് വെച്ചിട്ട് അവരുടെ എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ്നെസ് ഇൻക്രീസ് ചെയ്തു എന്നാണ്. ഇപ്പോൾ RBI എന്തുകൊണ്ട് ഇന്ത്യൻ റുപ്പിയുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യവും മാർക്കറ്റ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ RBIക്ക് റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്യുന്നതാണ് ആവശ്യം. കാര്യം എന്താ, ഇന്ത്യയുടെ എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ് ആവണം എന്നുള്ള. വേണമെങ്കിൽ RBIക്ക് അവരുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഉപയോഗിച്ച് വേണമെങ്കിൽ റുപ്പിയെ താങ്ങി നിർത്താം. പക്ഷേ അത് ചെയ്യുന്നില്ല എന്നുള്ള കാരണം നമുക്കിപ്പോൾ എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ്നെസ് ഒന്ന് ഇൻക്രീസ് ചെയ്യണം. രണ്ടാമത് എന്തൊക്കെ ഇമ്പാക്റ്റ് ആണോ US-ന്റെ ട്രേഡ് ടാരിഫ് കൊണ്ടുവന്നത് അതിനൊന്ന് കുഷൻ ചെയ്യാനും വേണ്ടിയിട്ട് റുപ്പിയെ അവർ തടയുന്നില്ല. അത് അതിൻ്റെതായ ലെവൽ കാണട്ടെ എന്ന രീതിയിൽ വിട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ആഴ്ച വന്നിരിക്കുന്ന ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഇന്ത്യയുടെ എക്സ്പോർട്ട് ഫിഗേഴ്സ് നമ്മൾ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, US-ന്റെ ട്രേഡിൻ്റെ ടാരിഫ് കാരണം ഇന്ത്യയുടെ എക്സ്പോർട്സ് താറുമാറുമെന്നാണ്. അപ്പം നമ്മളിപ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെ കാര്യം നോക്കി കൺട്രോൾഡ് ആണ്, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിൻ്റെ കാര്യം നോക്കി കൺട്രോൾഡ് ആണ്, ട്രേഡ് ഡെഫിസിറ്റിൻ്റെ കാര്യം നോക്കി കൺട്രോൾഡ് ആണ്, ഇൻഫ്ലേഷൻ ഹോൾസെയിൽ ലെവലിലാണെങ്കിലും ശരി റീറ്റെയിൽ ലെവലിലാണെങ്കിലും ശരി കൺട്രോൾഡ് ആണ്, ആവശ്യത്തിന് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഉണ്ട്, ഡെപ്റ്റ് ടു GDP നോക്കുകയാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ലെവലാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് വായിക്കാൻ നേരത്ത് ഇപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഇന്ത്യയുടെ എക്സ്പോർട്സിന് വലിയ കോട്ടം തട്ടിയിട്ടില്ല എന്നുള്ള. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, US-ൽ നിന്നുള്ള ട്രേഡ് ടാരിഫ്, അതായത് ഇന്ത്യയെ പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ട്രംപ് ഈ ടാരിഫ് വെച്ചത്. ബട്ട് ഇപ്പോൾ കിട്ടുന്ന ഫിഗേഴ്സ് മനസ്സിലാവുന്നതോ ട്രംപിൻ്റെ ടാരിഫ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ അഫക്റ്റ് ചെയ്തിട്ടില്ല. ഇനിഷ്യലായിട്ടൊരു പ്രോബ്ലം ഇനിഷ്യൽ മന്തിൽ ഉണ്ടായി എന്നല്ലാതെ ആസ് വി മൂവ് ഫോർവേഡ് നമ്മൾ ഡിസംബറിലേക്ക് വന്നപ്പോഴും, ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ താണ്ടി ഡിസംബറിലേക്ക് വന്നപ്പോൾ ഈ പറയുന്ന പോലെ എക്സ്പോർട്ട് ഫിഗേഴ്സിൽ വേണ്ട രീതിയിൽ ഒരു ഇമ്പാക്റ്റ് കിട്ടിയതായിട്ട് ഒരു ന്യൂസും നമുക്ക് കാണാനില്ല എന്നുള്ളത്. അതായത് ട്രംപ് ടാരിഫ് വെച്ചത് വേസ്റ്റായി എന്ന് വേണം പറയാൻ. ഇനിയിപ്പോൾ ട്രംപിന് തന്നെ നാണക്കേട് വെച്ചിട്ട് അത് പിൻവലിക്കേണ്ട രീതിയിലേക്ക് ടാരിഫിൻ്റെ ഫിഗേഴ്സ് കാണിക്കും. ഞാൻ സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞെങ്കിൽ പോലും അതാണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ മാക്രോ എക്കണോമിക് കണ്ടീഷൻസ് ഒക്കെ വളരെ ഫേവറബിൾ ആയിട്ട് വരുന്നു. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റ് ഒരു രീതിയിലും സന്തോഷകരമായിട്ടുള്ള വാർത്ത നമ്മുടെ ഒരു ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിനോ തരുന്നില്ല എന്നുള്ളതാണ് ഇതിനൊരു വാസ്തവം. ഇനിയിപ്പോൾ എന്ത് കാരണത്താലായിരിക്കാം ഇന്ത്യൻ മാർക്കറ്റ് ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് നല്ല ഒരു ഔട്ട് പെർഫോമൻസ് വരുന്നത്? അതിന് ഞാൻ ഈ പറഞ്ഞില്ലേ, ഇന്ത്യൻ മാക്രോ എക്കണോമിക് ക്യാരക്ടർ എന്താ പറയുക, എല്ലാ പാരാമീറ്റേഴ്സും ബെറ്റർ ആവുന്നു എന്ന് പറയുന്നതിനേക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കിവിടെ വരുന്നത് ഇന്ത്യൻ നിഫ്റ്റിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനിയുടെ കോർപ്പറേറ്റ് ഏർണിങ്സ് നല്ല രീതിയിൽ വരണം. മാർക്കറ്റ് നമ്മൾ എന്നും നോക്കുന്നത് കോർപ്പറേറ്റ് ഏർണിങ്സ് എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ റുപ്പി ഒന്നും ഒരിക്കലും മാർക്കറ്റിനെ ഡിസ്റ്റർബ് ചെയ്യാറില്ല. നമ്മൾ അതൊരു ന്യൂസും ഹെഡ്ലൈൻ ന്യൂസായിട്ട് നമ്മൾ പറയുന്നു എന്നല്ലാതെ 1990 നമ്മുടെ റുപ്പി ഡോളർ എത്രയായിരുന്നു എന്നറിയോ? 18 രൂപയായിരുന്നു അന്ന് റുപ്പി എന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് ഡോളർ. എന്നാൽ 2014, അതായത് 1990 മുതൽ 2014 നമ്മൾ നോക്കുമ്പോൾ 18 എന്ന് പറയുന്ന ഫിഗറിൽ നിന്ന് 63 റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് പ്രത്യേകത. എന്നിട്ടും ഇന്ത്യൻ മാർക്കറ്റ് കയറിയില്ലേ, ഇന്ത്യൻ എക്കണോമി നന്നായില്ലേ? അതുകൊണ്ട് റുപ്പി താഴേക്ക് പോവുക എന്ന് പറയുന്നത് മാർക്കറ്റിന് നെഗറ്റീവ് ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലിബറലൈസേഷൻ 1991-92 ശേഷം നമ്മൾ എന്താ പറയുക, ഒരു കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്. ആ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഉള്ള കൺട്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് കാലക്രമേണ റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്യും. ആ ഒരു നോർമൽ പ്രോസസ്സ് തന്നെയാണ് 1990 മുതൽ 2014 വരെ. അതായത് 18-ൽ നിന്ന് 63 ആയപ്പോഴും അങ്ങനെയായിരുന്നു. 2014 63-ൽ നിന്നും 2025 ആയപ്പോൾ 90 ആയതും അത് തന്നെയാണ്. ഇതൊന്നുമല്ല നമ്മളെ ഫാക്ടറായിട്ട് വരുന്നത്.
നമ്മളെ സംബന്ധിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് ഫിസിക്കൽ ഡെഫിസിറ്റും ട്രേഡ് ഡെഫിസിറ്റും കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റും ഒന്നും ഒരു നോർമൽ ലെവലിൽ കൂടുതൽ പോകാനും സാധ്യതകളില്ല. ബട്ട് ഇന്ത്യൻ മാർക്കറ്റിനെ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെയും സ്റ്റോക്ക് റിട്ടേൺസിനെയും കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെ ഏർണിങ്സ് ആണ്, അവരുടെ ബിസിനസ് ഏർണിംഗ് പൊട്ടൻഷ്യൽ തന്നെയാണ് എന്നുള്ള. നമ്മുടെ ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി പറ്റിയ ഒരു കാര്യം എന്ന് വെച്ചാൽ 2025 ഒരു ഏർണിങ്സ് ഡൗൺഗ്രേഡ് സൈക്കിളിൽ കൂടെയാണ് നമ്മൾ പോയിരുന്നത് എന്നുള്ള. അതായത് നിഫ്റ്റിയിലെ പല കമ്പനിയും ത്രോ ചെയ്തിരുന്ന ഏർണിങ്സ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വെറും സിംഗിൾ ഡിജിറ്റ് ഗ്രോത്ത് ആണ്, അതും ലോവർ ലെവൽ സിംഗിൾ ഡിജിറ്റ് ഗ്രോത്ത് ഓഫ് 3 to 5%. അങ്ങനെ ഗ്രോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആയിട്ട് തന്നെ കാണപ്പെടും എന്നുള്ളതാണ്. അതായത് ഞാൻ ഇത് പലപ്പോഴായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു കുതിരപ്പന്തയത്തിന് പോകുന്നു അല്ലേ, കുതിരപ്പന്തയത്തിന് പോകുമ്പോൾ, ഹോഴ്സ് റേസിങ്ങിന് പോകുമ്പോൾ നമ്മൾ ഏത് ഹോഴ്സിന്റെ മുകളിലായിരിക്കും നമ്മൾ ബെറ്റ് വയ്ക്കുക? അടുത്ത കാലത്ത് റേസ് വിൻ ചെയ്ത ആളുടെ പേർത്തായിരിക്കും നമ്മൾ ബെറ്റ് വെച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ തന്നെയായിരുന്നു ഇന്ത്യൻ മാർക്കറ്റും. എന്നും ജയിച്ചുകൊണ്ടിരുന്ന ഒരു മാർക്കറ്റായിരുന്നു ഇന്ത്യ. അതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിന് ഫോറിൻ ഇൻവെസ്റ്റേഴ്സും ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സും കൊടുത്ത പ്രീമിയം വളരെ വലുതായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ ഈ ഹോഴ്സ് റേസ് എന്ന് പറയുന്ന എക്സാമ്പിളിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ, നമ്മൾ ബെറ്റ് ചെയ്തിരിക്കുന്ന ആ ലീഡറായിട്ടുള്ള വിന്നറായിട്ടുള്ള കുതിര അടുത്ത റേസിൽ, അതായത് 10ാമത്തെ റേസിൽ പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം ക്ഷമിച്ചു എന്നിരിക്കാം. കാര്യം നമ്മൾ പറയും അതൊരു ആബറേഷനാണ്, അതായത് ഒരു വൺ ടൈം അഫെയർ ആണ്. ഇനി 11ാമത്തേലും ഈ നമ്മൾ ബെറ്റ് ചെയ്യുന്ന കുതിര ജയിച്ചു വരും എന്ന് വിചാരിച്ചായിരിക്കും നമ്മൾ 11ലും 12ലും 13ലും ബെറ്റ് വയ്ക്കുന്നത്. പക്ഷേ 10ൽ തോറ്റ പോലെ 11ലും തോൽക്കുകയാണ്, 12ലും തോക്കുകയാണ്, 13ലും തോക്കുകയാണെങ്കിൽ ആ ഹോഴ്സ് അല്ലെങ്കിൽ ആ കുതിരയ്ക്ക് വെച്ചിരിക്കുന്ന ആ ബെറ്റിന്റെ പ്രീമിയം സാവകാശം താഴേക്ക് വരും, കുറഞ്ഞു വരും എന്നുള്ളത് ലോക നിയമമാണ്. അതേപോലെ ഇന്ത്യൻ മാർക്കറ്റിലും ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സും ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സും ഇന്ത്യൻ മാർക്കറ്റിൽ വെച്ചിരുന്ന എക്സ്പെക്ടേഷൻ വളരെ വലുതായിരുന്നു എന്നുള്ള ആ കാരണത്താൽ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് പ്രീമിയത്തിൽ ട്രേഡ് ചെയ്തു. എന്നാൽ വേണ്ട രീതിയിൽ ഏർണിങ്സ് ത്രോ ചെയ്യാതെ വന്നപ്പോൾ മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആയിട്ട് കാണപ്പെട്ടു. അതുമാത്രമല്ല, ഒരു ക്വാർട്ടർ മാത്രമല്ല, 2 ക്വാർട്ടർ 3 ക്വാർട്ടർ, ഏതാണ്ട് സെപ്റ്റംബർ 2024 മുതൽ നമ്മൾ ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ വേണ്ട രീതിയിൽ ഏർണിങ്സ് ത്രോ ചെയ്തില്ല. അത് കാരണം തന്നെ അമേരിക്കയിലുള്ള മറ്റുള്ള സ്റ്റോക്സ് ഓപ്പർച്യൂണിറ്റി തന്നത് കാരണം ഇവിടുന്ന് ഫോറിൻ മണി ഇന്ത്യൻ മാർക്കറ്റ് വിറ്റു നേരെ അങ്ങോട്ടേക്ക് പോയി, അതായത് പുറത്തേക്ക് പോയി, അമേരിക്കയിലേക്ക് പോയി. ഇനി ആ പൈസ തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ, ആ പൈസ തിരിച്ചു വന്നാലേ മാർക്കറ്റ് കയറുള്ളൂ എന്നല്ല അതിൻ്റെ അർത്ഥം. ആ പൈസ ആദ്യം തന്നെ, അതായത് ഇന്ത്യൻ മാർക്കറ്റ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യണം. ഇന്ത്യൻ മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആദ്യം ഇന്ത്യൻ മാർക്കറ്റിലെ ഏറ്റവും വലിയ സെല്ലറിന്റെ സെല്ലിംഗ് നിൽക്കണം. ഇപ്പൊ ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യുന്ന ആരാ? FIIs ആണ്. അപ്പം നമ്മൾ എത്ര പൈസ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസോ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സോ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നാൽ പോലും നമുക്ക് ആവശ്യത്തിനുള്ള സപ്ലൈ ഇപ്പൊ കിട്ടുന്നു. അതായത് FIIs തള്ളിത്തരുകയാണ്, ഷെയർസ് തള്ളിത്തരുന്നത് കാരണം നമുക്ക് അത് മേടിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇനി ഇന്ത്യൻ മാർക്കറ്റ് ഇവിടുന്ന് കയറണം എന്നുണ്ടെങ്കിൽ ആദ്യം ഇന്ത്യൻ മാർക്കറ്റിലെ സെല്ലിംഗ് നിൽക്കണം. ആ സെല്ലിംഗ് നിൽക്കണമെങ്കിൽ FII സെല്ലിംഗ് നിൽക്കണം. FII സെല്ലിംഗ് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലെ കമ്പനികളുടെ കോർപ്പറേറ്റ് ഏർണിങ്സ് തിരിയണം എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കോർപ്പറേറ്റ് ഏർണിങ്സ് തിരിയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ കറൻ്റ്ലി FIIs സെല്ല് ചെയ്യുന്നത് ഒന്ന് കുറയും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, പുതിയ ഗ്ലോബൽ മണി ഇന്ത്യയിലേക്ക് വരാനും ചാൻസ് ഉണ്ട്. ഇത് രണ്ടും വരികയും അതിൻ്റെ കൂടെ നമ്മുടെ ഇന്ത്യൻ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസായ മ്യൂച്വൽ ഫണ്ടിൻ്റെയും പൈസയും കൂടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റ് മുകളിലേക്ക് റീറേറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, നമുക്ക് ഇന്ത്യക്ക് ഉടനെ തന്നെ, നമ്മൾ ഒരു ടൈം ഫ്രെയിം പറയുന്നില്ല, ഇന്ത്യയും US-ഉമായിട്ടുള്ള ട്രേഡ് ഡീൽ സൈൻ ചെയ്യുമെന്നുള്ളത് മാത്രമല്ല, ചിലപ്പോൾ ഒരു ഡബിൾ ധമാക്ക എന്ന രീതിയിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ട്രേഡ് ഡീലും കൂടെ സൈൻ ചെയ്യും. അപ്പം നമുക്കറിയാം ട്രേഡ് ഡീലിൻ്റെ എല്ലാ അൺസർട്ടനിറ്റിയും ക്ലൗഡ്സും മാറും, ഇന്ത്യൻ മാക്രോ എക്കണോമിക് കണ്ടീഷൻസും വളരെ നന്നായിട്ട് വരും, അല്ലെങ്കിൽ നല്ലതാണ് എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ഇത് കൂടാതെ ഇന്ത്യൻ മാർക്കറ്റിലെ കോർപ്പറേറ്റ് ഏർണിങ്സും കൂടെ ഒന്ന് റിക്കവർ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ തിരിച്ച് FIIസിൻ്റെ സെല്ലിംഗ് നിൽക്കും, FIIസിൻ്റെ തിരിച്ചു വരവും ഉണ്ടാവും. ഇന്ത്യൻ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈങ്ങും കൂടെ ആകുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ഒരു റീറേറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. 2026 അത് വരുമോ? തീർച്ചയായിട്ടും വരാനുള്ള സാധ്യതകൾ വളരെ ഹൈ ആണ്. എനിക്ക് തോന്നുന്നു ഈ Q3 റിസൾട്ട്സും കഴിഞ്ഞ് Q4 റിസൾട്ട്സ് ആകുമ്പോഴത്തേക്കും ഇന്ത്യൻ മാർക്കറ്റ് 2028
ഏതാണ്ട് ഡിസ്കൗണ്ട് ചെയ്യും. 2028 ഏർണിങ്സ് ഡിസ്കൗണ്ട് ചെയ്ത് വരുമ്പോൾ കാര്യങ്ങളെല്ലാം മാറും. അതുമാത്രമല്ല 2025 എന്ന് പറയുന്നത് പഴങ്കഥയാവും, അതൊരു ബേസുമാവും. ആ ബേസിന് മുകളിൽ 2026 Q4 റിസൾട്ട്സ് മുതൽ ഏർണിങ്സ് നന്നായി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിൽ നല്ലൊരു റിക്കവറി വരും. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം Q4 റിസൾട്ട് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ മാർക്കറ്റ് കയറുന്നല്ല, മാർക്കറ്റ് ഇതിന് മുമ്പേ അഡ്വാൻസ് ചെയ്ത് കയറും. അതായത് മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ആ ഡിസ്കൗണ്ടിങ് എപ്പോൾ വേണമെങ്കിലും നടക്കാം. കാര്യം അതിനുള്ള പിച്ച് റെഡിയായി കഴിഞ്ഞു. അതായത് നമ്മളൊരു ക്രിക്കറ്റ് മാച്ച് പോലെ, ഒരു ഫുട്ബോൾ മാച്ച് പോലെ കാണികൾ റെഡിയാണ്, ഫീൽഡ് റെഡിയാണ്, എല്ലാ കാലാവസ്ഥയും റെഡിയാണ്, എല്ലാ അറേഞ്ച്മെൻറ്റും റെഡിയാണ് എന്ന് പറയും പോലെ ഇന്ത്യൻ എക്കണോമി വളരെ ഗ്രേറ്റ്, അതായത് എന്താ പറയുക, ഒരു പെർഫെക്റ്റ് റെസിപ്പി എന്നുള്ള രീതിയിൽ എല്ലാ ചേരുവകളും കൂടെ ചേർന്ന് കിടക്കുന്ന ഒരു മാർക്കറ്റാണ്, അല്ലെങ്കിൽ ഒരു എക്കണോമി ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു വെക്കുന്നു. അതിൻ്റെ കൂടെ നമുക്ക് ചെറിയ ഒരു ഏർണിങ്സ് അപ്ഗ്രേഡ് മാത്രം വന്നാൽ മതി, ഇന്ത്യൻ മാർക്കറ്റ് 2026 മുകളിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം പേഷ്യൻസോടുകൂടി, ഡിസിപ്ലിൻഡോടുകൂടി, വളരെ കോമൺ സെൻസ് കൂടി ഈ ഓപ്പർച്യൂണിറ്റി വെയിറ്റ് ചെയ്തിരിക്കുക. ഇന്ന് ഈ കറക്ഷനിലും ഈ പറയുന്ന സമയങ്ങളിലും ഡിസ്ട്രസ്ഡ് ആയിട്ടുള്ള വാല്യുവേഷൻസിലും നിങ്ങൾക്ക് ക്വാളിറ്റി ബിസിനസിന്റെ ഷെയർ ബൈ ചെയ്ത് വയ്ക്കാമെങ്കിൽ തീർച്ചയായിട്ടും 2026 irrespective of what happens around, you will make a good wealth creation in markets. Thank you.